സ്വാമി ശരണം. അപ്പോൾ ഈ വരുന്ന ശനിയാഴ്ചയാണ് നമ്മുടെ മാലയിടുന്നത്. ബുധനാഴ്ച മലയ്ക്ക് പുറപ്പെടും. വ്യാഴാഴ്ചയാണ് മലക്കയറ്റം. അപ്പം എല്ലാം പെട്ടെന്നായി. അപ്പോൾ ശനിയാഴ്ച മുതൽ കാഷായ വസ്ത്രത്തിലാണ്. അതുവരേക്കും ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിരിക്കാം. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. നമ്മുടെ 8 മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, റിയാക്ടിങ് ടു മൈ ഓൾഡ് ഫോട്ടോസ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ വളരെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ്, അതുപോലെ സ്കൂളിലുള്ള ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ റിയാക്ട് ചെയ്തു. കുറേ നാൾക്ക് ശേഷം അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. സോ വെൽക്കം യു ഓൾ ടു എ ന്യൂ വ്ലോഗ് ഓഫ് ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു. അന്നും ഈ ഒരു ടീഷർട്ട് ഇട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്ത്. ഇന്നും അത് തന്നെ. അതൊരു ആകസ്മികം മാത്രമാണ്. സംഭവം ഇതൊരു ക്രിഞ്ച് കണ്ടന്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഫോട്ടോസ് ഞാൻ തന്നെയല്ലേ റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു യൂട്യൂബർ റിയാക്ട് ചെയ്യില്ലല്ലോ. നമ്മൾ അതിന് മാത്രം ഫേമസ് ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഫോട്ടോസിലേക്ക് പോവാം. പിന്നെ ആ ഫോട്ടോസ് കാണുമ്പോൾ എൻ്റെ ജെന്യുവിൻ റിയാക്ഷനാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ആ ഫോട്ടോ കാണുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന്, സത്യസന്ധമായി തോന്നുന്ന കാര്യം ഒന്ന് കമൻറ്റിൽ ഉൾപ്പെടുത്തും. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് ഫസ്റ്റ് ഫോട്ടോയിലേക്ക് പോവാം. ഫസ്റ്റ് ഫോട്ടോ ഞാൻ ഫോട്ടോ ഈ സൈഡിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇത് എനിക്ക് വന്നത് ഞാൻ എടുത്ത സെൽഫികളിൽ ഒരുപക്ഷെ ആദ്യത്തെയോ രണ്ടാമത്തെയോ സെൽഫിയോ മറ്റോ ആയിരിക്കാം. ഇതിൻ്റെ ഒരു 13-ാം വയസ്സിലോ 14-ാം വയസ്സിലോ ആണ്, കൃത്യമായിട്ട് അറിയില്ല. എൻ്റെ വീട്ടിലെ തറവാട്ടിൽ വെച്ചിട്ടെടുത്തതാണ്. അന്നൊക്കെ ഈ ഗ്ലാസ് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിജീവി ഫീൽ കിട്ടുമല്ലോ, അതിനു വേണ്ടി വെച്ചതാ, അല്ലാണ്ടൊന്നുമല്ല. ഇനി രണ്ടാമത്തെ ഫോട്ടോ, ഇത് താജ്മഹൽ. ഞങ്ങൾ IV പോയിരുന്നു, ആഗ്ര, ഡൽഹി, ജയ്പൂർ 2015 ഒക്ടോബറിൽ. ഇത് 2015, അതെ 2015 തന്നെ. ആ സമയത്ത് എടുത്തതാണ് താജ്മഹലിൻ്റെ മുന്നിൽ. അതൊരു മറക്കാൻ പറ്റാത്ത ട്രിപ്പ് തന്നെയാണ്. നെക്സ്റ്റ് ഫോട്ടോ, യെസ്, ഇത് വളരെ ചെറുപ്പത്തിലെടുത്തൊരു ഫോട്ടോ ആണ്. എത്ര വയസ്സാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇത് എടുത്ത സ്ഥലം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം എൻ്റെ അച്ഛൻ പുതിയൊരു ഫോൺ വാങ്ങിയിട്ട്, അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുള്ള ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയർ അല്ലേ. അപ്പോൾ അച്ഛൻ്റെ കയ്യിലൊരു ടച്ച് കീപാഡിൻ്റെ ഫോണായിരുന്നു. അത് മാറ്റി ഫസ്റ്റ് ടൈം ഒരു ക്യാമറ ഫോണ്, ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന ഒരു ഫോൺ, അത് വാങ്ങിയിട്ട് അതിൽ വീട്ടിൽ വന്നപ്പോൾ എടുത്ത ഫസ്റ്റ് ഫോട്ടോ ആണിത്. എൻ്റെ ഫോട്ടോ ബാക്കിൽ നിർത്തിയിരിക്കുന്ന കൈനറ്റിക് ഹോണ്ട അച്ഛൻ്റെ സ്കൂട്ടർ, അത് വിറ്റു. അതുപോലെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളുടെ തറവാട് വീടാണ്. അതായത് ഇപ്പം നമ്മുടെ ഉള്ള ആ ഒരു ഭാഗത്ത് ആ ഒരു സ്ഥലമൊക്കെ ആകെ മാറി. അത് പശുവിൻ്റെ തൊഴുത്ത്, അതുപോലെ ഈ വൈക്കോലും ഒക്കെ സൂക്ഷിച്ചിരുന്ന കൊട്ടിലൊക്കെയാണ് ബാക്കിൽ കാണുന്നത്. പൂച്ച, അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറവാട് വീട്ടിൽ പൂച്ചകൾ ഉണ്ടാവും. ഇപ്പോഴും ഉണ്ട് ഇവിടെ. എന്നാലും അന്നൊക്കെ വലിയ പൂച്ചകൾ, അതിനൊക്കെ ഞാൻ അങ്ങനെ എടുക്കും. കാരണം അത് ഒരു മാന്തിയെ തന്നെ നല്ല നല്ല രസമായിരിക്കും. അപ്പം ഇത് ആ കാലത്തുണ്ടായിരുന്നൊരു പൂച്ചയാണ്. ഇതൊക്കെ ചത്തുപോയി. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ജേഴ്സി വാങ്ങിയിട്ട്, അതായത് ആ സമയത്തൊക്കെ പറഞ്ഞാൽ പാടത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ചെന്നൈയുടെ ജേഴ്സി ഇട്ടിട്ട് ഒക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ്. ധോണിയെ പോലെ ഹെലികോപ്റ്റർ ഷോട്ടൊക്കെ അടിക്കാനൊക്കെ ശ്രമിക്കുന്ന കാലം. വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ പോസിങ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാനാണെന്ന് തന്നെ തോന്നുന്നു. ഇപ്പോഴത്തെ ഞാനും ഇതും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ. ഇത് എൻ്റെ, അതായത് പഴയ തറവാട്ടിലെ ഞങ്ങളുടെ റൂമിൽ വെച്ചിട്ട് എടുത്തതാണ്. അന്നൊന്നും എനിക്ക് ഫോണില്ല, അച്ഛൻ്റെ ഫോണിൽ തന്നെ എടുത്തതാ തോന്നുന്നുണ്ട്. അതെ, ഇത് ഞങ്ങളുടെ ഡിപ്ലോമ പഠിക്കുമ്പോൾ, ഐ തിങ്ക് 2012 ജനുവരിയിലാണ് നെല്ലിയാമ്പതിയിലേക്ക് ടൂർ പോയി. അപ്പോൾ ബാക്കിൽ മറ്റേ ബസ് കിടപ്പുണ്ട്, ടൂറിന് പോകാനുള്ള ബസ്. അപ്പോൾ അത് സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോണിലെടുത്തതാണ്. ആ സമയത്ത് ഏറ്റവും ക്ലാരിറ്റി ഉള്ള ഫോണ് ഉള്ള അവൻ്റെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ കിട്ടാൻ ഏതാണ്ട് 1 മാസം പിടിച്ചു. ബ്ലൂടൂത്തിലൊക്കെ അയച്ച് കിട്ടി. അത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബസ്സിൽ അന്ന് ഇട്ട സിനിമ എന്ന് പറയുന്നത് എങ്കേയും എപ്പോഴുമാണ്. അതിനുശേഷം ടൂർ പോകാൻ തന്നെ പേടിയായിരുന്നു. ആ സിനിമയും ആ ബസ് ആക്സിഡൻ്റ് ഒക്കെ കണ്ടിട്ട് ഇപ്പോഴും ആ സിനിമ കാണുമ്പോൾ പേടിയാണ്. ഓക്കെ, അതൊക്കെ ഒരു ഓർമ്മകൾ. അടുത്തത്, യെസ്, തല അജിത്ത്.
ഇത് ഇത് വല്ലാത്തൊരു ഓർമ്മയുണ്ട്. ഇത് എന്നെ എന്താ 2015 റിലീസ് ചെയ്യുന്ന സമയത്ത് ക്ലാസ് കട്ട് ചെയ്ത് ഞാനും രവിയാണ് നിൽക്കുന്നത്. അപ്പുറത്ത് ഏറ്റവും അറ്റത്ത് രവി, ഈ സൈഡിൽ അർജുൻ, അപ്പം നേവിയിലാണ്. ഇത് ഞാൻ അർജുൻ. അങ്ങനെ 2 അർജുനും ഒരു രവിയും കൂടി പാലക്കാട് പോയിട്ട് എന്നെ എറിന്താൽ കണ്ടത്. ഞങ്ങൾ കോയമ്പത്തൂരാണ് പഠിച്ചിരുന്നത്. കോയമ്പത്തൂർ തലയുടെ പടത്തിന് ടിക്കറ്റ് കിട്ടാനില്ല. എന്നിട്ട് പാലക്കാട് പോയിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട ഒരു അനുഭവമാണ്. 2015 ഫെബ്രുവരിയിലാണ്. അടുത്ത ഫോട്ടോ ഇത് എൻ്റെ കോളേജിൽ ഈ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുത്തുവണ്ണൻ, ഈ പുള്ളി ഒരു ഫോട്ടോസ്റ്റാറ്റ് കട നടത്തുന്ന ആളാണ് അവിടെ കോളേജിനടുത്ത്. തമിഴ്നാട്ടിൽ ജെറാക്സ് എന്നാ പറയുക, സിറോക്സ് കട, അതിന് ജെറാക്സ് കട. അപ്പോൾ ആ സമയത്തൊക്കെ ഈ കുറേ ജെറാക്സ് എടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. അല്ല, ബിറ്റൊന്നുമല്ല, ഈ പ്രോജക്റ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ജെറാക്സ് കോപ്പീസ്. അപ്പോൾ അത് അങ്ങനെ കുറേ എടുത്തെടുത്ത് ഈ ചേട്ടനായിട്ട് നല്ല പരിചയമായി, ഡിസ്കൗണ്ടൊക്കെ കിട്ടും. അപ്പോൾ മുത്തുവണ്ണൻ, ഞാൻ, ലിയോ, എവിൻ. അടുത്തത് യെസ്, സുന്ദരക്കുട്ടപ്പനായപ്പോഴേക്കും ഞാൻ സ്വയം പൊക്കി. ഇത് തിരുപ്പതി പോയ സമയത്ത് എടുത്താണ്. 2016 പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങി, പ്രത്യേകിച്ച് പണിയൊന്നും ആയിട്ടില്ല. അപ്പോൾ എൻ്റെ ചേച്ചി അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ തിരുപ്പതി പോകാനൊരു പ്ലാന്. അപ്പോൾ അങ്ങനെ ഞാൻ ചേച്ചിയുടെയും അതുപോലെ ചേട്ടൻ്റെയും 2 ചേച്ചിമാർ, മായ ചേച്ചിയും വിദ്യ ചേച്ചിയും പിന്നെ അനീഷേട്ടനും ഞാനും കൂടി 2016 അതെ 2016 ജൂണിൽ പോയതാണ് തിരുപ്പതി. അടുത്തത് അത് ഈ ഒരു ട്രിപ്പ് തന്നെ തിരുപ്പതി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ബാംഗ്ലൂർ നമ്മുടെ കുട്ടി കസിൻസിൻ്റെ കൂടെ എടുത്ത ഒരു സെൽഫി. ഇപ്പോൾ അവരൊക്കെ വലുതായി, ലക്ഷ്യം, ആദർശും റിയയും. അയ്യോ, അടുത്തത് എനിക്ക് വലിയൊരു ദുശീലം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഈ മരം കാണുമ്പോൾ, അതിപ്പോൾ എന്ത് മരം ആയിക്കോട്ടെ, ആലോ മാവോ പ്ലാവോ എന്ത് മരമാണെങ്കിലും ആ മരത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കും. അത് അത്ര ദുശീലമൊന്നും അല്ലായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഇത് കോളേജിനടുത്തുള്ള ഏതോ ആണ് കോളേജ്, അതായത് ഡിപ്ലോമ പഠിക്കുന്ന കോളേജ്, IPTക്ക് അടുത്ത്. ഇതുണ്ട് അടുത്ത ഫോട്ടോ അതേപോലെ തന്നെയാണ്. അത് ഒരു മരത്തിൽ താങ്ങിപ്പിടിച്ചിട്ടാണ്. അന്നത്തേക്ക് എൻ്റെ FBയിലെ പ്രൊഫൈൽ പിക്ചർ ഇങ്ങനെയാണ്, ഒരു മരത്തിൽ പിടിച്ചിട്ട്. അടുത്ത ഫോട്ടോ രവിയണ്ണൻ. യെസ്, ഇത് 2017 ആയിരിക്കും. അതെ, ബുൾഗാനൊക്കെ വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്ന് താടിയൊന്നും വന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പ് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു കൊല്ലത്തോളമായി, പണിയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊച്ചി പോവും, ഏതെങ്കിലും കൺസൾട്ടൻസിക്ക് 300 രൂപ വെറുതെ കൊടുക്കാൻ, എന്തെങ്കിലും ജോലി ശരിയാക്കി തരാൻ. അങ്ങനെ പോയപ്പോൾ ആകസ്മികമായി നമ്മുടെ രവിയണ്ണനെ മെട്രോ സ്റ്റേഷനിൽ വെച്ച് കണ്ട്. ആകസ്മികമൊന്നുമല്ല, ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് തന്നെ പോയെ. അങ്ങനെ ഞാനും രവിയും കൂടെയുള്ളൊരു ഫോട്ടോ. അയ്യോ, അടുത്ത ഫോട്ടോ ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നുന്നു എൻ്റെ മുഖം കണ്ടിട്ട്. ഈ 2017 അവസാനമൊക്കെ എത്തിയപ്പോഴേക്കും എനിക്ക് നല്ല തടി വന്നു, മുഖത്തിനും നല്ല തടി വന്നു. ഇത് ഇഷായോഗ, കോയമ്പത്തൂർ ഇഷായോഗയിൽ ഞാൻ ഒറ്റയ്ക്ക് പോയതാണ്. അങ്ങനെ പോയപ്പോൾ എടുത്ത ഒരു ഫോട്ടോ. ഇത് കോളേജിലെ ലാസ്റ്റ് ഡേ, എൻ്റെ നെഹ്റു കോളേജിലെ ലാസ്റ്റ് ഡേ. എല്ലാവരും കളർ വെള്ളമൊക്കെ മേത്ത് ഒഴിച്ച് നമ്മുടെ യൂണിഫോം മൊത്തം എഴുതി ആക്കിയിട്ടുള്ള അന്നത്തെ ദിവസം അതൊന്നും ഒരിക്കലും മറക്കൂല. അടുത്ത ഫോട്ടോ ഇത് എൻ്റെ പൊന്നോ, ഇതൊക്കെ എന്ത് ക്രിഞ്ചാണ്. പോക്കിരി, വിജയണ്ണൻ്റെ പോക്കിരി അല്ല, മഹേഷ് ബാബുവിൻ്റെ പോക്കിരി. ഇത് ആ സമയത്തൊക്കെ, അതായത് നമ്മുടെ കോളേജിൽ 3rd ഇയറിലോ മറ്റോ സമയത്ത് ഞാൻ കോയമ്പത്തൂർ താമസിക്കുമ്പോൾ കുറേ തെലുങ്ക് സിനിമകൾ വൈകുന്നേരം കാണും. ആ സമയത്ത് മഹേഷ് ബാബുവിൻ്റെ പോക്കിരി കണ്ടിട്ട് എനിക്ക് അടുത്ത ദിവസം ഞാൻ ചെയ്ത പരിപാടിയാണിത്. ഷർട്ടിൻ്റെ മേലെ ഷർട്ടും. അയ്യോ, അടുത്തത് ഇത് ഇതിലൊക്കെ ഞാൻ വളരെ സ്ലിമ്മാണ്.
ഇത് ഞാനും അച്ഛനും കൂടി ഇവിടെ വീടിൻ്റെ ഹൗസ് വാമിങ് ദിവസം എടുത്ത ഫോട്ടോ. അയ്യോ, ഇതൊക്കെ ഞാൻ തന്നെയാണോ? അടുത്ത ഫോട്ടോ അതേ ദിവസം തന്നെ ഞാനും അമ്മയും കൂടി എടുത്തത്, ഇവിടെ ബാൽക്കണിയിൽ നിന്നിട്ട്. അത് 2014 അതുകൊണ്ട്, അതെ 14. അന്നൊക്കെ എനിക്ക് തടി വളരെ കുറവാണ്. ഇത് ഫൈനൽ ഇയറിൽ പഠിക്കുന്ന സമയത്ത്, ആ സമയത്തൊക്കെ നമുക്ക് ഈ മറ്റേ സെമിനാറും പ്രൊജക്റ്റിനൊക്കെ ആയിട്ടുള്ള കുറേ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ഒരു ഫോട്ടോ എടുത്തതാണ്. ഇത് റൈസ് എൻ്റെ ഫ്രണ്ട്. ഞാനും അവനും ഒരു കാര്യത്തിൽ ഭയങ്കര എതിരാണ്. അവൻ ഭയങ്കര മമ്മൂട്ടി ഫാനാണ്, ഞാൻ ഭയങ്കര മോഹൻലാൽ ഫാനാണ്. അന്നൊക്കെ തലയ്ക്ക് പിടിച്ച് നിൽക്കുന്ന സമയം. അപ്പോൾ അവനെ ഇങ്ങനെ ഞാൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിരികേറ്റും, അവൻ തിരിച്ചും. കാരണം അവൻ്റെ മമ്മൂട്ടി പോസും ഞാൻ പിന്നെ കുറച്ച് തോളിച്ചെരിഞ്ഞിട്ടുള്ള മോഹൻലാൽ പോസും. ഇത് മധുക്കര റെയിൽവേ സ്റ്റേഷനിൽ വെച്ചെടുത്തതാണ്. കുറേ കാലം എൻ്റെ പ്രൊഫൈൽ പിക്ചർ ഇതായിരുന്നു ഫേസ്ബുക്കിൽ. ഇത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ. ഇത് വിഷുവിൻ്റെ സമയത്ത്, വിഷുവിൻ്റെ തലേ ദിവസം മറ്റേ ഉണ്ണിക്കണ്ണൻ്റെ ക്ലീൻ ചെയ്തിട്ട് റെഡിയാക്കുന്നതിന് സമയത്തുള്ള ഫോട്ടോ ആണ്. ഫോട്ടോ ഒക്കെ ഞാൻ എടുത്ത സമയത്ത് കണ്ടതാട്ടോ. ഇപ്പം കണ്ടിട്ട് കുറേ കാലമായി. ഇതിൽ പിന്നെ ഡേറ്റ് എന്തായാലും കൊടുത്തിട്ടുണ്ട് അടുത്ത് തന്നെ, 2010/11/13. അപ്പോൾ 14 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഇത് ബാംഗ്ലൂർ പോയപ്പോൾ, എൻ്റെ ഒരു മാമൻ്റെ കല്യാണത്തിന് ബാംഗ്ലൂർ പോയപ്പോൾ എടുത്തതാണ്. അവിടെ മുമ്പത്തുള്ളൊരു ഊഞ്ഞാലുണ്ട്, അതിൽ വെച്ചിട്ട് എടുത്തതാണ്. നല്ല വ്യത്യാസമല്ലേ ഇതും ഇപ്പോൾ കാണുന്ന ഞാനും തമ്മിൽ? അയ്യോ, എത്ര ഫോട്ടോസാ, എത്ര ഫോട്ടോസ്. ഇത് വന്നിട്ട് മധുക്കരയിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ ആഴ്ചയിലല്ല മാസത്തിലൊരിക്കൽ ഞങ്ങൾ അതൊരു മലയ്ക്ക് മേലെയാണ്, ഒരുപാട് സ്റ്റെപ്സ്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചാനലിൽ, 2ാമത്തെ വ്ളോഗ് ആയിട്ടായിരുന്നു. ഒരു മധുക്കര ശിവ ടെമ്പിൾ. അപ്പോൾ അവിടെ കയറുന്ന സമയത്ത്, ഐ തിങ്ക് ഇതൊരു സെക്കൻഡ് ടൈമോ മറ്റോ ആണ്, ഏതോ ഒരു ദിവസം കോളേജ് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് കയറുന്നത്. ഇത് ലിയോ ഉണ്ട് എൻ്റെ കൂടെ. നല്ല ഒരു ഫീലാണ് ആ അമ്പലത്തിൽ പോകുമ്പോൾ. നെക്സ്റ്റ് ഫോട്ടോ എൻ്റെ പൊന്നു, ഷേവ് ചെയ്ത് നേരെ എടുത്ത ഫോട്ടോ അതുകൊണ്ട് രണ്ടാളും. അഭിലാഷാണ്. അപ്പോൾ ഞാൻ അഭിലാഷും കൂടി ഐ തിങ്ക് അനീഷേട്ടൻ്റെ മാരേജ് റിസപ്ഷനാണ് തോന്നുന്നുണ്ട്, 2014-15 ആണ്, അറിയില്ല. ആ സമയത്ത് എടുത്തതാണ്. അപ്പോൾ ബറോഡെ പോയപ്പോൾ ഒരു മിറർ സെൽഫി. ഇത് ഡിജിറ്റൽ ക്യാമ് വാങ്ങിയതിന് ശേഷം എടുത്ത ഫോട്ടോ ആണ് അത്. ഇത് ഞാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? പെട്ടെന്ന് വിശ്വസിക്കില്ല അല്ലേ? നല്ല മാറ്റം വന്നിട്ടുണ്ട് ഫേസിന്. ഇതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുകയാണ്. തെങ്ങിൽ ചാറ്റ്, ഞാൻ പറഞ്ഞില്ലേ മരം കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിടില്ല. ഇനി കുറച്ച് പഴയ ഫോട്ടോസ്. ഇത് 2005 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തെ ഫോട്ടോ. നമുക്ക് സ്റ്റാൻഡേർഡ് അറ്റൻഷൻ അല്ലാണ് ഫോട്ടോ. സൈക്കിള് വാങ്ങിയതിന് ശേഷം എനിക്ക് വന്നത് ഇത് TRKയുടെ യൂണിഫോമാണ്. അപ്പോൾ സൈക്കിള് വാങ്ങിയിട്ട് അത് 6ാം ക്ലാസ്സിലാണ് വാങ്ങിയത്. അപ്പോൾ ഈ സ്കൂൾ ബസ് വരുന്നതിന് മുന്നേ രാവിലെ സൈക്കിൾ ഓടിക്കും കുറച്ച് സമയം. അപ്പോൾ എടുത്ത ഫോട്ടോ ആണ് തറവാടിന് മുന്നിൽ. ഇതാണ് എൻ്റെ തറവാട്. പൊളിച്ചു. ഇപ്പോൾ വേറെ അവിടെ തന്നെ നമ്മൾ വേറെ വീട് വെച്ചു. പഴയ തറവാട് പരിയാരത്തൊടി. അതിൻ്റെ അപ്പുറത്ത് വീട് പണി നടക്കുന്നത് ഞാൻ ഇപ്പോൾ ഇരിക്കണ വീട്. ഇത് ഓൾറെഡി കണ്ട ഫോട്ടോ. കണ്ട ഫോട്ടോസ് വീണ്ടും വരില്ലേ? അടുത്തത് വരൂ. ഇത് എൻ്റെ കുഞ്ചു വല്യച്ഛൻ ഇല്ലേ, നമ്മുടെ ഓണം വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. നമ്മുടെ 10K സെലിബ്രേഷൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ട് കുഞ്ചു വല്യച്ഛൻ. കുഞ്ചു വല്യച്ഛൻ്റെ അമ്മയാണ്
അപ്പോൾ അവരുടെ 100ാമത്തെ പിറന്നാളിന് തലേ ദിവസമായിട്ട് എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ അത് ഞങ്ങൾ ഭയങ്കര ആഘോഷിച്ചു. 100ാം പിറന്നാൾ 2017 തോന്നുന്നുണ്ട്. നല്ലൊരു ഓർമ്മയാണ്. 2018 അവസാനത്തിൽ മുത്തശ്ശി മരണപ്പെട്ടു 101ാം വയസ്സിൽ. പിന്നെ 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 ഇതെൻ്റെ വളരെ പഴയൊരു ഫോട്ടോ ആണ്. ഇതിൻ്റെ ഫോട്ടോയിൽ നിന്ന്, അതായത് എൻ്റെ പേഴ്സിൽ വെച്ചിരുന്നായിരുന്ന ഒരു ഫോട്ടോയിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തതാണ്. LKG മറ്റോ പഠിക്കുമ്പോഴാണ്. ഇതെൻ്റെ അച്ചച്ചനും അച്ചമ്മയാണ്. അച്ചച്ചനും അച്ചമ്മയും പിന്നെ ബാക്കിൽ അച്ഛനും ഉണ്ട്. പഴയ ഫോട്ടോ. ആരാന്ന് മനസ്സിലായോ ഗൈസ്? നമ്മുടെ രവിയണ്ണൻ, ഞാൻ, എവിൻ. ഇത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ റൂമിന് അടുത്ത് ഒരു പഴയ ലോറി ഉണ്ട്. ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ഒരു ലോറി നിർത്തിയിട്ടുണ്ട്. 1970s ഒരു ലോറി. ആ ലോറിയിൽ കയറി ഫോട്ടോ എടുക്കലായിരുന്നു സ്ഥിരം പരിപാടി. അങ്ങനെ എടുത്ത ഫോട്ടോ ആണ്. രവിയണ്ണൻ അന്നും താടിയൊക്കെ ഉണ്ട്. എനിക്കൊക്കെ ഒരു രോമം പോലും ഉണച്ചിട്ടില്ല. അയ്യോ. പിന്നെ നമ്മൾ ഇത് എൻഡിലേക്ക് എത്തി തുടങ്ങി കേട്ടോ. ഇത് നമ്മുടെ ഇവിടുത്തെ ക്രിക്കറ്റ് കളി ഫ്രണ്ട്സാണ്. വിഷ്ണു, ഗോപി, കിഷോറേട്ടൻ. എപ്പോഴത്തെ ഈ ഫോട്ടോ ഒന്നും സത്യം പറഞ്ഞാൽ എടുത്ത സമയത്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ സീരീസിലെ ഫൈനൽ ഫോട്ടോ. ഈ ഫോട്ടോ ഞാൻ ഓൾറെഡി വേറെ ഒരു ഇതിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ മാമൻ്റെ കല്യാണത്തിന് എനിക്ക് 1 വയസ്സുള്ളപ്പോൾ ഞാനും അമ്മയും കൂടി എനിക്കൊരു മുല്ലപ്പൂക്ക് വെച്ച് തന്നിട്ടുണ്ട് ഇവിടെ. അയ്യോ, അന്നൊക്കെ ഇങ്ങനെ കരഞ്ഞ് പൊളിക്കായിരുന്നു എന്നാണ് കേട്ടറിവാണ്, എനിക്ക് ഓർമ്മയൊന്നുമില്ല. അങ്ങനെ ഉള്ളൊരു ഫോട്ടോസ്. അയ്യോ, അപ്പം അങ്ങനെ എല്ലാ ഫോട്ടോ നമ്മൾ റിയാക്ട് ചെയ്തു. എന്താ അല്ലേ, അതൊക്കെ ഒരു രസമാണ് പഴയ ഫോട്ടോസൊക്കെ ഇങ്ങനെ റിയാക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ഇങ്ങനത്തെ കുറേ ഫോട്ടോസ്. അപ്പോൾ പഴയ ഫോട്ടോസൊക്കെ നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ആൽബത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഫോട്ടോ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം എനിക്ക് കുറേ ഫോട്ടോസ് നഷ്ടപ്പെട്ടു, പൂപ്പൽ പിടിച്ചൊക്കെ പോയി. അപ്പോൾ എപ്പോഴും ഒരു ഫോട്ടോ ആയിട്ട്, ഒരു സോഫ്റ്റ് കോപ്പി ആയിട്ട് വെക്കുക ലാപ്ടോപ്പിൽ, നമ്മുടെ ഡ്രൈവിൽ. എനിക്ക് വളരെ കുറേ കാലം കഴിഞ്ഞിട്ട്, ഇപ്പം തന്നെ ഇതിപ്പോൾ കഴിഞ്ഞിട്ടൊരു 10-15 കൊല്ലം കഴിഞ്ഞ് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ കുറച്ചും കൂടി കാലം കഴിഞ്ഞ് കാണുമ്പോൾ ഇനിയും ഹാപ്പിനെസ് ആയിരിക്കും. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.